വകുപ്പുകളുടെ നഗ്നമായ ലംഘനം നടത്തുന്നത് അത് തന്നെ ഒരു കുറ്റകൃത്യമാണ്. എന്നിട്ടും സർക്കാർ എന്തുകൊണ്ട് അതിന്മേൽ നടപടികൾ സ്വീകരിക്കുന്നില്ല? മൂന്നാമത്തെ ചോദ്യം, വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുകൂടാതെയുള്ള കുറേ പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ വെട്ടിമാറ്റിയത്? നിങ്ങൾ അനുഭവിക്കാമെന്നല്ലാതെ ഞാനെന്താ പറയാം? അപ്പം നിങ്ങൾ ഞങ്ങളുടെയൊക്കെ മഹത്വം മനസ്സിലാക്കുക, അത്രയല്ലേ. ഞങ്ങളൊക്കെ എത്ര ഡീസൻ്റാണെന്ന്, എത്ര മര്യാദക്കാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ. പിന്നെ ഈ BJPയുടെ കേന്ദ്രമന്ത്രി ഇറങ്ങിയിരിക്കുകയാണ്. ആരെ രക്ഷിക്കാനാ? CPMൻ്റെ MLA രക്ഷിക്കാൻ. എന്താ കഥ? BJPയുടെ കേന്ദ്രമന്ത്രി എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ തട്ടിമാറ്റിയത്? CPMൻ്റെ ഒരു MLA സംരക്ഷിക്കാൻ വേണ്ടി. എന്തൊക്കെയാ കാണുന്നത് നമ്മൾ? ഇത്രയാണ് എനിക്ക് ഒരു മറുപടി. ഒരു കാരണവശാലും നടത്താൻ സമ്മതിക്കില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഒരു കാരണവശാൽ നടത്താൻ സമ്മതിക്കില്ല. അത് CPM അദ്ദേഹം തീരുമാനിക്കട്ടെ, അവരുചിതമായ തീരുമാനം എടുക്കട്ടെ. ഇതൊക്കെ ആളുകൾ നോക്കിക്കാണല്ലേ എന്താ നടക്കുന്നതെന്ന്, ആരെയാണ് സംരക്ഷിക്കാൻ നോക്കുന്നതെന്ന് എല്ലാവരും അറിയാണ്. ഞാനതുകൊണ്ടാണ് ഞങ്ങൾ സർക്കാരിനെതിരായിട്ട് അറ്റാക്ക് ചെയ്ത് തുടങ്ങിയ സംഭവം അല്ല ഇത്. പക്ഷെ സർക്കാരിൻ്റെ മുഖം ഓരോ ദിവസവും കൂടുമ്പോൾ വികൃതമാവുകയാണ്. ഒന്നാം പ്രതി സർക്കാരായി മാറുന്ന